നമസ്കാരം. ബൈപോളാർ ഡിസോർഡർ ഈ വാക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ എന്താണിത് ശരിക്കും? സന്തോഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്നും ഒരു നിമിഷം കൊണ്ട് വിഷാദത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ജീവിതം രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ പെട്ടുപോയൊരവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആളുകൾക്ക് പലപ്പോഴും അങ്ങനെയാണ് അനുഭവപ്പെടാറ്. ഒരറ്റത്ത് ഭയങ്കരമായ ഊർജ്ജവും സന്തോഷവുമുള്ളൊരു ലോകം, മറ്റേ അറ്റത്തോ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട കടുത്ത വിഷാദത്തിൻ്റെ ഒരു ലോകം. ഈ രണ്ടറ്റങ്ങൾക്കിടയിലുള്ള ഒരു നിരന്തര യാത്രയാണത്. ബൈപോളാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ട് അറ്റങ്ങളെന്നാണ്. ശരിക്കും ഒരു സീസോ പോലെയാണിത്. വൈകാരികാവസ്ഥ ഒരു ധ്രുവത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ജീവിതത്തിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നത് അവർക്ക് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഉയർച്ചകളും താഴ്ചകളുമൊക്കെ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക? ബൈപോളാർ ഡിസോർഡറിന് പല തരങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും ലക്ഷണങ്ങളും അതിൻ്റെ തീവ്രതയുമൊക്കെ വ്യത്യസ്തമാണ്. നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം. പ്രധാനമായും രണ്ട് തരത്തിലാണത് കാണാറുള്ളത്. ബൈപോളാർ 1-ൽ കടുത്ത വിഷാദമുണ്ടാകും, അതോടൊപ്പം ജീവിതത്തെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള അത്രയും ശക്തമായ ഉന്മാദാവസ്ഥ, അതായത് മാനിക് എപ്പിസോഡുകൾ ഉണ്ടാകുന്നു. എന്നാൽ ബൈപോളാർ 2-ൽ ഈ ഉന്മാദാവസ്ഥയുടെ തീവ്രത കുറവായിരിക്കും, പക്ഷേ കടുത്ത വിഷാദാവസ്ഥ കൂടുതൽ കാലം നീണ്ടുനിൽക്കും. അതുകൊണ്ടുതന്നെ ഇത് തിരിച്ചറിയാൻ പലപ്പോഴും വൈകാറുണ്ട്. ഈ ഉന്മാദാവസ്ഥ അഥവാ മാനിയ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സാധാരണ സന്തോഷമൊന്നുമല്ല. തലച്ചോറ് ഒരു റേസിംഗ് കാറ് പോലെ പായുന്നൊരു ഫീലാണ്. ചിന്തകൾ നിർത്താതെ വരും, ഉറക്കം ആവശ്യമില്ലെന്ന് തോന്നും, സംസാരത്തിന് ഭയങ്കര വേഗതയായിരിക്കും. ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഈ എപ്പിസോഡുകൾ കൂടുതൽ തീവ്രവും അപകടകരവുമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി നേരെ മറുവശം നോക്കിയാലോ? വിഷാദാവസ്ഥ. ഇതൊരാളെ ശരിക്കും തളർത്തിക്കളയും. സാധാരണ ചെയ്തിരുന്ന കാര്യങ്ങളിൽ പോലും താൽപ്പര്യമില്ലാതാവുക, വിശപ്പിലും ഉറക്കത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരിക, ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അത്ര ഗുരുതരമായ ലക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതത്ര അപൂർവമായ ഒന്നല്ല കേട്ടോ. ലോകത്ത് മുതിർന്നവരിൽ ഏകദേശം 1 മുതൽ 3% വരെ ആളുകൾക്ക് ഈ അവസ്ഥയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിന്റെ അർത്ഥമെന്താ? നമ്മുടെയൊക്കെ ഇടയിൽ ചിലപ്പോൾ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഈ ഒരു വെല്ലുവിളി ഉണ്ടാവാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അവസ്ഥയുള്ള മിക്കവാറും ആളുകളും പുറമേക്ക് നോക്കുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നവരായിരിക്കും. പക്ഷേ അവർ ഉള്ളിൽ നടത്തുന്നത് വലിയൊരു പോരാട്ടമായിരിക്കും. ഈ രോഗം അവരുടെ പഠനത്തെയും ജോലിയെയും ബന്ധങ്ങളെയും സാമ്പത്തിക ഭദ്രതയുമൊക്കെ നിശബ്ദമായി ബാധിക്കുന്നുണ്ടാവാം. ഇത്രയും നേരം നമ്മൾ ലക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് തലച്ചോറിനകത്ത് ഇങ്ങനൊരു വൈകാരിക കൊടുങ്കാറ്റുണ്ടാകുന്നത്? നമുക്ക് ഈ അവസ്ഥയുടെ ബയോളജിക്കൽ കാരണങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം? ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രലോകം ഇപ്പോഴും ഇതിന്റെ പൂർണ്ണമായ ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ തലച്ചോറിന്റെ വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങളിലാണ്. ബൈപോളാർ ഡിസോർഡറുള്ളവരുടെ തലച്ചോറിലെ നാഡീകോശങ്ങൾ, അതായത് ന്യൂറോണുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും താളം തെറ്റി സിഗ്നലുകൾ കൊടുക്കാൻ തുടങ്ങും. ഇത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും. ഇതിനു പിന്നിൽ ഒരു കാരണമല്ല, പല ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ന്യൂറൽ പ്രൂണിംഗ് എന്ന് പറയും. അതായത് തലച്ചോറിലെ വേണ്ടാത്ത കണക്ഷനുകളൊക്കെ വെട്ടിമാറ്റുന്ന ഒരു പ്രോസസ്സുണ്ട്. അതിൽ വരുന്നൊരു തകരാറ്. പിന്നെ ഡോപ്പാമൈൻ പോലുള്ള കെമിക്കലുകളുടെ അളവിലുണ്ടാവുന്ന മാറ്റങ്ങൾ. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അമിഗ്ഡാല എന്ന ഭാഗത്തെ ചില പ്രശ്നങ്ങൾ. പോരാത്തതിന് പാരമ്പര്യമായി കൈമാറിക്കിട്ടുന്ന ജനിതക ഘടകങ്ങളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണങ്ങളൊക്കെ കേട്ട് ആരും പേടിക്കേണ്ട. കാരണം ഇതിന് പരിഹാരങ്ങളുണ്ട്. ഈ വെല്ലുവിളിയെ മറികടന്ന് എങ്ങനെ ഒരു സ്റ്റേബിളായ ജീവിതം കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു ഒറ്റമൂലിയില്ല, പകരം പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം. 1. തലച്ചോറിലെ കെമിക്കൽസിനെ ബാലൻസ് ചെയ്യുന്ന മരുന്നുകൾ. 2. ചിന്തകളെയും പെരുമാറ്റത്തെയും ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന തെറാപ്പി. 3. കൃത്യമായ വ്യായാമവും ഉറക്കവുമൊക്കെയുള്ള ആരോഗ്യകരമായ ഒരു ജീവിതശൈലി. ഈ 3ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏറ്റവും നല്ല ഫലം കിട്ടുന്നത്. ഓർമ്മയില്ലേ നമ്മൾ നേരത്തെ തലച്ചോറിനുള്ളിലെ കൊടുങ്കാറ്റിനെപ്പറ്റി പറഞ്ഞത്? ലിഥിയം പോലുള്ള മരുന്നുകൾ ചെയ്യുന്നത് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയാണ്. നാഡീകോശങ്ങളുടെ അമിതമായ പ്രവർത്തനം കുറച്ച് ശരിയായ കണക്ഷനുകളെ ശക്തിപ്പെടുത്തും. അതിലൂടെ വൈകാരികമായ ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. ചികിത്സയെക്കുറിച്ച് പലർക്കും ഒരു പേടിയുണ്ട്. തങ്ങളുടെ കഴിവുകളോ വികാരങ്ങളോ ഒക്കെ നഷ്ടപ്പെടുമോ എന്ന്. പക്ഷേ അതല്ല സത്യം. ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ ഓരോരുത്തർക്കും ചേരുന്ന രീതിയിലുള്ള ഏറ്റവും അനുയോജ്യമായ ചികിത്സയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവരുടെ ജീവിതം പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കാൻ സഹായിക്കുക, അതുതന്നെയാണ് ലക്ഷ്യം. ചികിത്സയും മരുന്നുമൊക്കെ ഒരു ഭാഗത്ത്,
പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് മനുഷ്യത്വം, സഹാനുഭൂതി. ഒരു രോഗനിർണയത്തിനപ്പുറം പരസ്പരം മനസ്സിലാക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്: ബൈപോളാർ ഡിസോർഡർ ഒരു രോഗാവസ്ഥയാണ്, അതാരുടെയും കുറ്റമല്ല. അതൊരാളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി നിർവചിക്കുന്നുമില്ല. അപ്പോൾ ഒരു സന്തുലിതമായ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ഉള്ളിൽ നിന്ന് സഹായിക്കാൻ ശരിയായ ചികിത്സ, പുറമേ നിന്ന് താങ്ങായി നിൽക്കാൻ നമ്മളെപ്പോലുള്ള സുഹൃത്തുക്കളും കുടുംബവും, പിന്നെ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയുടെ ഇച്ഛാശക്തിയും. ഇവ 3ഉം ചേരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സാധ്യമാകുന്നത്. ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആളുകളെ ചേർത്തുപിടിക്കാൻ, അവരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയേണ്ടതുണ്ടല്ലേ? നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.